അവന്റെ ഡ്രസ്സ് ധരിക്കുന്നത് എങ്ങനെയാ, അവന്റെ മുടി വെക്കുന്നത് എങ്ങനെയാ. ഇപ്പൊ ഓരോരുത്തരെ മുടി വെക്കുന്നത് കണ്ടാലോ ശൈത്താൻ കോലം കെട്ടല്ലേ. ഞാൻ എല്ലാ ഭാഗത്തും പറയാറുണ്ട്, 1-2 വർഷം ഇപ്പുറം തുടങ്ങിയ നമ്മുടെ ചെറുപ്പക്കാരുടെ മുടി കെട്ടുന്ന വേഷം എന്താ? തനിച്ച തെറ്റല്ലേ, നരകത്തിലേക്ക് പോകുന്ന തീക്കൊള്ളിയല്ലേ ഈ മുടി വെക്കുന്നവനൊക്കെ. 4 ഭാഗത്തും കളഞ്ഞിട്ട് നടുവിൽ മാത്രം വെക്കുന്നൊരു സ്വഭാവം ഈ കൂട്ടത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ് 1ാം സ്ഥാനം വാതിൽ കോലം കെട്ടുന്ന വിഷയത്തിൽ. 4 ഭാഗത്തും മുടി കളഞ്ഞിട്ട് നടുവിൽ മാത്രം വെക്കാന്ന് പറഞ്ഞാൽ ചൈത്താനെ നീ നരകത്തിൽ പോകുന്ന പറയാലോ അവനോട്. എന്താ കാരണം? ഒന്നിരിക്കൽ ആ മുടി വെക്കുന്നത് കിബിറിന് വേണ്ടിയിട്ടാണ്, അല്ലെ? കിബിറന്മാർ 1 അണുമണി തൂക്കം കിബിർ ഹൃദയത്തിലുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കില്ല, നരകത്തിലാണെന്ന് ശഫീഖുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതല്ലേ. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കൂല. മിസ്കാല ദർറത്തിൻ, 1 അണുമണിത്തൂക്കം, 1 അണുമണിത്തൂക്കം. അതിനെത്രാന്ന് വിഭജിക്കാൻ പറ്റൂല. സൂര്യരശ്മികളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പാറി പാറി നടക്കുന്ന ചെറിയൊരു മണിയുണ്ടല്ലോ, ചെറിയൊരണു, അത്രത്തോളം കിബിർ ഒരുത്തന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് കടക്കില്ല. മുസ്തഫായ നബി ശഫീഖുനാ റസൂലുള്ളാഹി തങ്ങൾ തീർത്തു പറഞ്ഞതാണ്. ഈ 4 ഭാഗത്തും മുടി കളഞ്ഞിട്ട് മുടി കൊണ്ട് കോലം കെട്ടുന്ന കുട്ടികൾ കിബറിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ നരകത്തിൽ പോകുന്ന വക്കലല്ലേ. ആ വെച്ച രൂപത്തിലാണ് അവന്റെ ആക്സിഡന്റ് ആയിട്ട് അവൻ ചാകുന്നതെങ്കിൽ അവൻ ഈമാനില്ലാണ്ട് ചാകലല്ലേ, അല്ലേ? അല്ലെങ്കിൽ അവൻ പിൻപറ്റുന്നതാരാ? ഏതെങ്കിലും അമുസ്ലിങ്ങളായ കളിക്കാരെ. മുസ്ലിമീങ്ങളാണ് ഈ രൂപത്തിൽ മുടി കളഞ്ഞത്. നടുവിൽ മാത്രം വളർത്തിയിട്ട് 4 ഭാഗത്തും മുറിക്കുന്ന പഴയ ക്രോപ്പ്, അത് മുസ്ലിങ്ങൾ ചെയ്തതല്ല, പണ്ഡിതന്മാർ കാണിച്ചെന്നതല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും സയ്യിദന്മാർ കാണിച്ചെന്ന് ഉത്തരവാദപ്പെട്ട സയ്യിദന്മാർ ഇമാം ഷാഫി തങ്ങളെ പോലെയുള്ള മഹാന്മാർ കാണിച്ചെന്നതല്ല. മറിച്ചോ കളിക്കാർ, ക്രിക്കറ്റ് കളിക്കുന്നവരോ അല്ലെങ്കിൽ ബോൾ കളിക്കുന്നവരോ കാണിച്ച കാഫിര്യങ്ങൾ, പച്ച കാഫിര്യങ്ങൾ കാണിച്ചെന്ന മാർഗമാണ്. റസൂലുള്ളാഹിനോട് വന്നിട്ടൊരു സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്നാണ് ഖിയാമത്ത് നാൾ? നബി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല. അങ്ങേയും അല്ലാഹുവിന്റെ ഹബീബായ അല്ലാഹുവിന്റെ ഹബീബായ അങ്ങേയും അല്ലാഹുവിനെയും ഞാൻ ഇഷ്ടം വെക്കുന്നു, ഞാൻ പ്രിയം വെക്കുന്നു, ഞാൻ പിൻപറ്റുന്നു. നബി തങ്ങൾ പറഞ്ഞു, ആരാരെ മുഹബ്ബത്ത് വെക്കുന്നുവോ, ആരാരെ പിരിശം വെക്കുന്നുവോ, ആരാരെ പിൻപറ്റുന്നുവോ അവൻ അവനോട് കൂടെയാണ്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആരാരെ പിൻപറ്റുന്നുവോ, ആരാരെ പിരിശം വെക്കുന്നുവോ. ഈ മുടി വെക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികളെ, നിങ്ങൾ പിരിശം വെക്കുന്നത് ആരെയാണ്? നിങ്ങൾ പിൻപറ്റുന്നത് ആരെയാണ്? മുശ്രിക്ക് സ്വർഗ്ഗത്തിൽ പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഇനി ഓനപ്പങ്ങനെ തലമേലിട്ട് മുസ്ലിമല്ലായിട്ട് വേണം. ഇപ്പം കാഫറല്ലേ, കാഫറായ നിലക്കല്ലേ ഓനാ മുടി വെച്ചത്. ആ മുടി വെച്ച കാഫർ